ഏകാധിപതിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആണ്. അതാണ് അയാളുടെ സ്വഭാവം. അതുകൊണ്ട് പാർട്ടിയെ അയാൾ അടക്കി ഭരിച്ചു, സ്ഥാനാർത്ഥികളെ അയാൾ തീരുമാനിച്ചു, എല്ലാം അയാളുടെ തീരുമാനം. അയാൾ ഒരു വാഗണാർ കാറിലാണ് വന്നുകൊണ്ടിരുന്നത് തുടക്കത്തിൽ. ഞാൻ ഈ കാറേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആശൻ പിന്നെ ലക്ഷറി കാറിലേക്ക് മാറി. ഞാൻ ഒരു സാധാ വീട്ടിലേ താമസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. 30 കോടി എന്നാണ് CAG റിപ്പോർട്ടിൽ, 45 കോടി എന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനത്തെ ഒരു വീട് വെച്ചു മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ. അതിൽ ടോയ്ലറ്റ് സ്വർണം കൊണ്ടാണ് എന്ന് പറയും. സ്വർണ്ണ നിറമാണ് കണ്ടു കഴിഞ്ഞാൽ, യഥാർത്ഥ സ്വർണ്ണമാണോ എന്നറിയില്ല. ഇതെല്ലാം ചെയ്തു കേജ്രിവാൾ. അപ്പോൾ ഇവരൊക്കെ ആപ്പിലെ ബാക്കിയുള്ളവരൊക്കെ ശ്വാസം മുട്ടിയിരിക്കുകയാണ്. എന്താ ചെയ്യുക? ഇയാളുടെ സാമർഥ്യത്തിന് മുമ്പിൽ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. എന്തെങ്കിലും ചെയ്താൽ അടി കിട്ടും. അതാണ് സ്വാതി മലിവാളിനെ അയാളുടെ ഓഫീസിൽ വെച്ചല്ലേ തല്ലിയത്. അയാളുടെ PA അയാളുടെ MP തല്ലുന്നു. രാജ്യസഭ MP ആണ് അവർ. അവരെ അടിക്കുന്നു, അവർ കരയുന്നു, കേസിന് പോകുന്നു, എന്തെല്ലാം. എന്നിട്ടും അയാൾ കുലുങ്ങാതെ പിടിച്ചു നിൽക്കുന്നു. അതേ PAയുമായിട്ട് പിറ്റേ ദിവസം ബീഹാറിലേക്ക് പറക്കുന്നു. നോബഡി ക്യാൻ ക്വസ്റ്റ്യൻ മീ, ഐ ആം ദ മാസ്റ്റർ. ഇങ്ങനെ ഒരു ഏകാധിപതിയെ കണ്ടിട്ടില്ല. അതേസമയം അയാൾ ജനാധിപത്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരിഞ്ഞും മോദിയെ ഏകാധിപതി എന്ന് വിളിക്കുന്നു.